ത്രിയേക ദൈവത്തിൻ്റെ വലിയ തിരുനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. കർത്താവിൽ ഏറ്റവും അനുഗ്രഹീതരായുള്ളവരെ, നമ്മുടെ കർത്താവും രക്ഷിതാവുമായ യേശു മിശിഹാ തമ്പുരാന്റെ കഷ്ടാനുഭവത്തിൻ്റെ ദിവസങ്ങളിലൂടെ പരിശുദ്ധ സഭ കടന്നു പോവുകയാണല്ലോ. എന്തിനു വേണ്ടിയാണ് തമ്പുരാൻ ഇത്രയധികം കഷ്ടങ്ങൾ സഹിച്ചത്? അതിൻ്റെ ഉത്തരം യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 53-ാം അധ്യായം 5 മുതലുള്ള വാക്യങ്ങളിൽ ഇപ്രകാരം പറയുന്നു: എന്നാൽ അവൻ നമ്മുടെ അതിക്രമങ്ങൾ നിമിത്തം മുറിവേറ്റും നമ്മുടെ അകൃത്യങ്ങൾ നിമിത്തം തകർന്നു വിരിക്കുന്നു. നമ്മുടെ സമാധാനത്തിനായുള്ള ശിക്ഷ അവന്റെ മേൽ ആയി. പ്രിയപ്പെട്ടവരെ, നമ്മുടെ അകൃത്യങ്ങളും അതിക്രമങ്ങളും നിമിത്തമാണ് തമ്പുരാൻ ഇത്രയധികം നിന്ദയും പീഡയും സഹിക്കേണ്ടി വന്നത്. നമ്മെ സമാധാനത്തിലാക്കുവാൻ വേണ്ടിയാണ് അവൻ ഇത്രയേറെ അടികളും പരിഹാസവും തുപ്പും ഏറ്റത്. അങ്ങനെയെങ്കിൽ നാം എന്ത് ചെയ്യണം? നാം ഒറ്റ കാര്യം മാത്രം ചെയ്യാൻ മതി. നാം ഒരു തീരുമാനമെടുക്കണം. ഈ ദിവസങ്ങളിൽ പാപത്തെ സ്നേഹിക്കുവാൻ ഞാൻ ഇനി പോവുകയില്ല, ദൈവത്തിൻ്റെ പൈതലായി ശിഷ്ടകാലം ജീവിക്കുമെന്നുള്ള ഒരു ഉറച്ച തീരുമാനം നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ ഉണ്ടാകുകയാണെങ്കിൽ തമ്പുരാന് ഏറെ പ്രിയപ്പെട്ട സമ്മാനം നമുക്ക് നൽകുവാൻ സാധിക്കുന്നത് അതാകും. അതുകൊണ്ട് എപ്പോഴും നമുക്കൊരു ബോധ്യം ഉണ്ടാകണം: എൻ്റെ അതിക്രമങ്ങളും എൻ്റെ അകൃത്യങ്ങളും നിമിത്തവും എൻ്റെ സമാധാനത്തിനു വേണ്ടിയാണ് എൻ്റെ തമ്പുരാൻ ഇത്രയധികം പീഡകൾ സഹിച്ചത്. അതുകൊണ്ട് ആ ഒരു ബോധ്യത്തിൽ ഉയർപ്പിൻ്റെ വലിയ രക്ഷയുടെ അനുഭവത്തിലേക്ക് നമുക്ക് സഞ്ചരിക്കാം. ദൈവം അനുഗ്രഹിക്കട്ടെ. ആമേൻ.